സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അമ്പാടിക്കൊരു ഭൂഷണം രിപുസമൂഹത്തിനഹോ ഭീഷണം പൈൻവാൽ വെണ്ണതയിർക്കുമോഷണം അതിക്രൂരാത്മജാം പേഷണം വൻപാപത്തിനു ശോഷണം വനിതമാർക്കാനന്ദ സംഭോഷണം നിൻ പാദം അതിദൂഷണം കരുതുമേ മഞ്ജീര സന്തോഷണം. ഗുരുവായൂരപ്പാ ശരണം. ഭൂതനാഗ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമി ശരണമയ്യപ്പ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മളിവിടെ ഇപ്പോൾ 3 പ്രാവശ്യം ശാന്തി 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 എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈശോവാസ്യ ഉപനിഷത്തിലുള്ളതാണ്. നമ്മൾ തുടക്കത്തിലും അവസാനത്തിലും പറയേണ്ട ഒരു ശ്ലോകമാണിത്. നമുക്ക് 3 താപത്രയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം. അതായത് അനിത്യം അസുഖം ഈ ലോകം. നമുക്ക് ഈ മനുഷ്യജന്മം എടുത്താൽ നമുക്ക് ബുദ്ധികളുകൊണ്ട് നമുക്ക് ദുഃഖമാണെന്ന് അറിയുന്നു. അനിത്യം അസുഖം ലോകം എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ താപത്രയങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്കറിയേണ്ടത് നമുക്ക് ശാന്തിയാണ്. നമുക്ക് എന്താണ് വേണ്ടത്? ജീവിതത്തിൽ സമാധാനമാണ് വേണ്ടത്. സമാധാനമായി ജീവിക്കണമെങ്കിൽ ഏതവസ്ഥയിലും, ഏത് വിപരീതാവസ്ഥയിലും, നല്ല അവസ്ഥയിലൊക്കെ നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വിപരീതമായിട്ടൊരു അനുഭവം വരുമ്പോൾ നമുക്ക് ചിത്രകേതുവിനെ പോലെയോ വൃത്രാസുരൻ യുദ്ധഭൂമിയിൽ എങ്ങനെയായിരുന്നു? അചഞ്ചലമായിട്ടുള്ള മനസ്സോടുകൂടിയായിട്ടാണ് നിന്നത്. അംബരീഷൻ എങ്ങനെയായിരുന്നു? ദുർവാസാവ് ഒരു കൃതിക എന്ന് പറഞ്ഞൊരു അസുര സ്ത്രീയെ രാക്ഷസിയെ ഉണ്ടാക്കിയപ്പോൾ അപ്പോഴത് അചഞ്ചലമായിട്ട് നിന്നു. എല്ലാം ഞാൻ ഭഗവാന്റെ കയ്യിൽ ഒരു ചട്ടുക. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് സാധാരണക്കാരായ ഗൃഹസ്ഥന്മാരായിട്ടുള്ള നമുക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു നല്ല അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമില്ല, നമ്മൾ ആഹ്ലാദമായിട്ടിരിക്കും. പക്ഷെ വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സങ്ങനെ എപ്പോഴും ചലിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നേടേണ്ടത് നമുക്ക് ആ മനഃശാന്തിയാണ്. അപ്പോൾ നമ്മൾ ഭഗവാനെയാണ് നേടേണ്ടതെന്ന് നമ്മൾ പറയും. പക്ഷേ ഏറ്റവും ആദ്യം നമ്മുടെ അന്ധകരണം ശുദ്ധമായിട്ട് തീരണം. അപ്പോൾ മാത്രമേ ഭഗവാൻ അതിൽ പ്രകാശിക്കുകയുള്ളൂ. ഭഗവാൻ പൂർണ്ണമായി പ്രകാശിച്ചാൽ മാത്രമേ നമുക്ക് ആ സമാധാനം കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഭാഗവതത്തിലും ആയാലും ഭഗവത്ഗീതയിലായാലും ഏത് ഉപനിഷത്തിലായാലും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി എങ്ങനെ വരുത്താം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഭാഗവതം 10ാം സ്കന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇതിപ്പോൾ 80ാമത്തെ അധ്യായം 81ാമത്തെ അധ്യായമാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. അപ്പോൾ സ്കന്ധത്തിൻ്റെ ലക്ഷണം എന്താണ്? നിരോധം, ചിത്തവൃത്തി നിരോധം. അതായത് പുറമേക്ക് പോകുന്ന മനസ്സിനെ, വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ തിരിച്ചു പിടിച്ച് ഭഗവാനിലേക്ക് അർപ്പിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ ആ സെൻറ്റർ പിടിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കിണറിലൊരു വസ്തു വീണ് കഴിഞ്ഞാൽ നമ്മളൊരു ആലാസയിൽ പിടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക. അപ്പോൾ സെൻറ്റർ ഭഗവാനെ പിടിച്ചിട്ട് വേണം നമ്മൾ പിന്നെ വിഷയങ്ങളിലേക്ക് വ്യവഹരിക്കുക. അപ്പോൾ നമുക്ക് ഈ മനസ്സിൻ്റെ ചാഞ്ചല്യം ഇല്ലാതാക്കി മാറ്റാം. അങ്ങനെ ചിത്തവൃത്തി നിരോധം അങ്ങനെ 90 അധ്യായങ്ങളിലായിട്ട് വളരെ വിസ്തരിച്ച് നമുക്ക് പറയുകയാണ്. എന്തിനാണ് ഇങ്ങനെ 90 അധ്യായങ്ങളിലേക്ക് പോയത്? ഏതെങ്കിലും ഒരു കഥ നമ്മുടെ മനസ്സിലേക്ക് തട്ടിയിട്ട് നമ്മൾ അതിലൊരു എല്ലാ കഥാപാത്രങ്ങളും നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മളാണ് വിജയം, നമ്മളാണ് ഓരോ കഥാപാത്രങ്ങളും, ഓരോ അസുരന്മാരും ഒക്കെ നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഈ പ്രകൃതി നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? സത്വരജോ തമോ ഗുണങ്ങളിൽ കൂടിയാണ്. ഇപ്പോൾ വായിക്കാനൊക്കെ പറയുമ്പോൾ എനിക്ക് ആ സാത്വിക ഗുണം എനിക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ പ്രഭാഷണം പറയുന്നവർക്ക് രജോ ഗുണം വന്നു, ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, ശരിക്കും പറയാൻ പറ്റൂ, അതെങ്ങനെയാവും എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ പ്രഭാഷണം ഇങ്ങനെ മോശമായിട്ട് പോകുമ്പോൾ നിങ്ങളിലുള്ള തമോ ഗുണം ഉണരും. എങ്ങനെ ആലസ്യം വരും, ഉറക്കം വരും, സുഖമായിട്ട് ഉറങ്ങാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മളെ പ്രകൃതി നിയന്ത്രിക്കുന്നത് ഇങ്ങനെ 3 ഗുണങ്ങളിൽ കൂടെയാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ സാത്വിക ഗുണം ഉയർത്തിയിട്ട് ആ 3 ഗുണങ്ങളെയും അതിക്രമിച്ച് ഗുണാതീതോ ഭവ എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ആ തുര്യാവസ്ഥയിൽ നമ്മളെങ്ങനെ ഉറക്കത്തിൽ ആ നല്ലൊരു സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ, ആ അവസ്ഥ നമുക്ക് ജാഗ്രത അവസ്ഥയിലും കിട്ടുമെന്നാണ് ഓരോന്നിൽ കൂടെ പറഞ്ഞു വന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ സാത്വികാവസ്ഥയിലെങ്കിലും എത്താൻ സാധിക്കണം. ഇപ്പോൾ ഒരാളെ നമ്മൾ നിന്ദിച്ചാലും നമ്മുടെ കാമക്രോധാദികൾ ഉണരാതെ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കഥകളും പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇവിടെ
ഇതിൽ തുടക്കം തന്നെ 80ാമത്തെ അധ്യായത്തിൽ സുധാമാചരിതം തുടങ്ങുകയാണ്. ഇതിൽ ഒന്നും പറഞ്ഞിട്ടില്ല, കുചേലോപാഖ്യാനൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല, കുചേലെന്ന് പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ ഭട്ടതിരിപ്പാടാണ് കുചേലനാമാഭവതസതീത്യത എന്ന് പറഞ്ഞത്. അതിനന്ന് മിഥുനപ്പള്ളി വാസുദേവൻ തിരുമേനി പറഞ്ഞതെന്ന് വെച്ചാൽ ഭട്ടതിരിപ്പാടിന് പറയാനൊക്കെ അധികാരമുണ്ട്. എന്താ വെച്ചാൽ ഭട്ടതിരിപ്പാട് തത്വമൊക്കെ അറിഞ്ഞ ആളാണ്. അപ്പോൾ കുചേല എന്ന് പറഞ്ഞാൽ കുൽസിതമായിട്ടുള്ള ചേലയാണ്, നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ ആ നവദ്വാരങ്ങളിൽ കൂടെ പോകുന്നത് എന്താണ്, എല്ലാ ദ്വാരങ്ങളിലേക്ക് കൂടി മഴുക്ക് തന്നെയാണല്ലോ പോണത്. അപ്പോൾ കുൽസിതമായ ചേലയാണ് ധരിച്ചിരിക്കുന്നത്. ഈ ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധിയല്ല എന്നറിഞ്ഞവനാണ് സുധാമാവ്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ 80ാമത്തെ അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് ശ്രീരാമചരിതം എന്നാണ് പറഞ്ഞേക്കുന്നത്. ശ്രീരാമ എന്ന് പറയുമ്പോൾ ദമം, നല്ല പോലെ ദമം വന്ന ആളാണ് സുധാമാവ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കുചേലെന്ന് പറയണില്ല, സുധാമ തന്നെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ ശ്രീരാമ എന്നുള്ളതിൽ തന്നെ പോവാം. അപ്പോൾ 79ാമത്തെ അധ്യായത്തിൽ ഈ സാലവധവും മഹാഭാരത യുദ്ധവും ഒക്കെ വർണ്ണിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയാണ് ശ്രീശുക മഹർഷിയോട്, ഇനി എന്താണ് ഭക്തന്മാരുടെ കഥകൾ ഉള്ളതെന്ന്. അപ്പോൾ 6ാമത്തെ ദിവസമായി, നാളെ പരീക്ഷത്തിന് സ്വർഗപ്രാപ്തിയാണല്ലോ, മോക്ഷപ്രാപ്തിയാണല്ലോ. അപ്പോൾ വിശുപ്പോ ദാഹവും ഒന്നുമില്ല, നമ്മുടെ പോലെയൊന്നുമല്ല, അത് ഇപ്പം നിർത്താൻ കാത്തിരിക്കുന്നുള്ള പോലെയല്ല, വിശപ്പും ദാഹവും ഒന്നുമില്ല, ഉറക്കവും ഒന്നുമില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ഒരു നല്ലൊരു ഭക്തൻ്റെ കഥ പറയൂ എന്ന് പറയുമ്പോൾ ശുഗമഹർഷി സമാധി അവസ്ഥയിലേക്കാണ് അത്രേ പോണത്. എന്താണ് സമാധി അവസ്ഥയിലേക്ക് പോയത്? ഭക്തൻ ആരാണ്? ഭക്തൻ, യഥാർത്ഥ ഭക്തനെ ഭഗവാൻ ചേർത്ത് പിടിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നത് തന്നെ ശുഗമഹർഷി പറയാണ്, കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് എന്താണ് വേണ്ടത്? ശാന്തി. വെറും ശാന്തിയല്ല, പ്രശാന്തി, പ്രകർഷേണയുള്ള ശാന്തി, എപ്പോഴുമുള്ള ശാന്തി. അതായത് ആ വിപരീതാവസ്ഥയിൽ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെയുള്ള ഒരു പ്രശാന്താത്മാവാണ് നമ്മുടെ ഈ ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ബ്രഹ്മവിത്തമഹ എന്നും പറഞ്ഞു, അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അല്ലേ. ബ്രഹ്മവിത്തമഹ അത്രയും ബ്രഹ്മൈവ ഭവതി എന്നാണ് പറയുന്നത്. ബ്രഹ്മം ഭഗവാൻ അറിഞ്ഞവൻ, ആസ് ഗുഡ് ആസ് ഭഗവാൻ തന്നെയാണ് ഈ സുധാമാവ്, അല്ലെങ്കിൽ ഈ ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്? സദാ സന്തുഷ്ട മനസ്സുകായി, എപ്പോഴും തൃപ്തിയാണ്, ഉള്ളതിൽ തൃപ്തി. ഉള്ളതിൽ തൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്നതും നിങ്ങളുടെ ഉള്ളിൽ വിളങ്ങുന്നതും ഈ സകല ചരാചരങ്ങളിലും എല്ലാത്തിലും വിളങ്ങുന്നത് ഈശാവാസമിതം സർവ്വം എന്ന് പറയുന്ന പോലെ ഭഗവാനാണ്. എല്ലാത്തിലും ഭഗവാനെ മാത്രമേ കാണുന്നവനാണ് ബ്രാഹ്മണൻ. അതുകൊണ്ട് എല്ലാം ഉള്ളതിൽ തൃപ്തി, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനിലും തൃപ്തി, പുറമെ എന്ത് കിട്ടിയാലും തൃപ്തി. ഇവിടെ പറയുന്നത് എതിർച്ചയോപവന്നേന. അപ്പോൾ എങ്ങനെ കിട്ടുന്നു എന്നല്ല, ഭഗവത് പ്രസാദമാണ് എതിർച്ചയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അന്ന് വാസുദേവൻ തിരുമേനി പറഞ്ഞു. അപ്പോൾ എതിർച്ചയ, അങ്ങനെ ഭഗവത് പ്രസാദമായിട്ട് എന്ത് കിട്ടുന്നോ അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു ദമ്പതിമാരാണ് സുധാമാവും പത്നിയും. അങ്ങനെയാണ് സുധാമാവും ഭഗവാനും ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ഒന്നിച്ച് നടത്തിയതാണ്. അതിനുശേഷം അവർ കണ്ടിട്ടേ ഇല്ല. ഇത് ഭട്ടതിരിപ്പാട് എന്താണ് പറഞ്ഞേക്കുന്നത്? കുചേലനാമാ ഭവതസ്സതീത്യനാഗതസ്സസാന്ദീപനിമന്ദിരേ ദ്വിജഃ ത്വദേകരാഗേണ ധനാദിനിസ്പൃഹോ ദിനാനിരിന്നേ പ്രശമേ ഗൃഹാശ്രമേ. ത്വദേകരാഗേണ ധനാദിനിസ്പൃഹോ, ഭഗവാനിൽ അങ്ങനെ ഉറച്ച ഭക്തിയുള്ള ആളാണ്. ധനാദിനിസ്പൃഹോ, ഒരു ഒട്ടലുമില്ല, ഒരു മമതയില്ല, ധനത്തിലോ വേറെ ഒന്നിലും ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഭഗവാനിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് കിട്ടുന്നതിൽ എന്ത് ദക്ഷിണ കിട്ടുന്നോ അതിൽ തൃപ്തി കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? ഇന്ദ്രിയങ്ങളെ അടക്കുന്ന കാരണം. പുറമേക്ക് പോകുന്ന ഈ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക് ഒന്നിലും ഒരു ഒട്ടലോ ഒന്നുമില്ല. എന്ത് കണ്ടാലും ഇപ്പോൾ എനിക്കൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നല്ല സാരി എടുക്കുന്നാലും മാലിയിട്ടുണ്ട്, അതിലൊക്കെ നമ്മുടെ കണ്ണോ അല്ലെങ്കിൽ പപ്പടം കാച്ചുന്ന മണം കേൾക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധയോ മൂക്കിൻ്റെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പിടിച്ചു വലിക്കും. എനിക്ക് ദേഹത്തിന് യാതൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രശാന്താത്മാ ജിതേന്ദ്രിയ എന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നത്. അങ്ങനെ കിട്ടുന്നത് കൊണ്ട് അവരിങ്ങനെ ജീവിച്ചു പോരുന്നു. പക്ഷെ ഒരു സന്ദർഭം എത്തിയപ്പോൾ ഈ ദക്ഷിണയൊന്നും ചോദിച്ചു വാങ്ങാത്തതുകൊണ്ട് ദാരിദ്ര്യം ഇങ്ങനെ കുറച്ച് കയറി വന്നു. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, സമാനശീലാവി തദീയമല്ലമാ തദൈവനോ ചിത്തജയം സമേയുഷി. ഭാര്യയ്ക്ക് അത്രയ്ക്കൊന്നും അങ്ങനെ ഒരു സമചിത്തത വന്നിട്ടില്ല, ദമൊന്നും വന്നിട്ടില്ല, ഇന്ദ്രിയ ഇതൊന്നും വന്നിട്ടില്ല. കാര്യം എന്താണ്? നല്ലൊരു പതിവ്രതയാണ്. അപ്പോൾ ഭർത്താവിന് ഇങ്ങനെ ഒരു ഭക്ഷണമൊന്നും കൊടുക്കാനില്ല, നല്ല വസ്ത്രം ധരിക്കാനില്ല, പാർപ്പിടവും നല്ലതില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ തരക്കേടില്ല എന്നൊരു ആഗ്രഹം ഭാര്യയ്ക്കുണ്ട്. അവനവനും ആരോഗ്യമൊക്കെ വേണമല്ലോ ഭർത്തൃ ശുശ്രൂഷ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സുധാമാവിനോട് ചെന്ന് പറയും, ഇത്ര അമ്മേ എപ്പോഴും ഇവർ തമ്മിലുള്ള എപ്പോഴുമുള്ള സംഭാഷണം ഭഗവാനെ കുറിച്ച് മാത്രമാണ്. സുധാമാവിന് ഇത് മാത്രമേ പറയാനുള്ളൂ, ഭഗവാൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു, അങ്ങനെ ചെയ്തു, ഭഗവാൻ ഇത് ചെയ്തു, അത് ചെയ്തു എന്ന്.
അപ്പോൾ സൂത്രത്തിൽ ചെന്ന് പറഞ്ഞു, അങ്ങൊന്നേ ഒന്ന് ഭഗവാനെ ഒന്ന് കണ്ടുവരും, ദ്വാരകയിൽ ഇപ്പോൾ ഭഗവാൻ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് ചെന്ന് കണ്ടിട്ട് വരാമോ, നമുക്ക് നമ്മുടെ ഒന്നും പറയൊന്നും വേണ്ട, ഒന്ന് കണ്ടിട്ട് വരും. ഭഗവാൻ ആശ്രയിക്കുന്നവർക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാനം സ്മരത പാദകമലം ആത്മാനം അഭിയച്ചത്, ആശ്രയിക്കുന്നവർക്ക് തൻ്റെ പാദത്തെ കുറി എല്ലാം തരുന്നതല്ലേ ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ സുധാമാവിനും തോന്നി, എന്താണ് ഉത്തമ ശ്ലോക ദർശനം. കണ്ണെന്തിനാ കാണാൻ നമ്മൾ പറയാറില്ലേ, കണ്ണെന്തിനാ ഭഗവാനെ കാണാനല്ലേ. ഭയങ്കര സന്തോഷമായി. അതുവരെ കാണണമെന്നൊന്നുമില്ല, അവനവൻ്റെ ഉള്ളിൽ തന്നെ വിളങ്ങുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ പിന്നെ പുറത്തു പോയി ഇങ്ങനെ കാണണമെന്നൊന്നുമില്ല. അപ്പോൾ ശരിയെന്ന് അങ്ങനെ അപ്പോൾ എന്തായാലും കാണാം, നേരിട്ട് കാണാമല്ലോ, അതിൻ്റെ ഒരു വ്യത്യാസം വേറെയല്ലേ വെച്ചിട്ട് പറഞ്ഞു കല്യാണി എന്ന് വിളിച്ചു, ഭയങ്കര സ്നേഹത്തിൽ. ഇവിടെയും പേരൊന്നും പറയുന്നില്ല, കല്യാണി എന്നെന്താ വിളിക്കണേ, ഭഗവാനും അതെ. കർഹിച്ചിത്ത അദ്ദേഹത്തിലും രുക്മിണി വിളിക്കുന്നത് കല്യാണി എന്നാണ്. എന്നുവെച്ചാൽ മംഗളമുള്ളവൾ. ഏത് കാര്യത്തിലും പോസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. വീട്ടിൽ യാതൊന്നുമില്ല. അപ്പോൾ കല്യാണി എന്ന് വിളിച്ചു പറഞ്ഞു. നമ്മളിപ്പോൾ ഗുരുവിനെയോ കുട്ടികളെയോ അല്ലെങ്കിൽ വയസ്സായിരിക്കുന്നവരെയൊക്കെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ പിടിക്കണ്ടേ. അപ്പോൾ ഒന്നുമില്ലല്ലോ കല്യാണി, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആ പതിവ്രതയായ ഭാര്യ 4 വീടുകളിൽ ചെന്ന് യാചിച്ചു. എല്ലാവരും കൊടുത്തത് അവില് തന്നെയാണ്. ആ അവിലും കൊണ്ടുവന്നു. അപ്പോൾ വസ്ത്രമൊക്കെ അങ്ങനെ അത്ര നല്ലതൊന്നുമില്ലല്ലോ. അവനോട് ഉടുത്തിരിക്കുന്ന ചേലയിൽ തന്നെ ഒരു കഷ്ണം കീറിയിട്ട് അതൊരു കിഴിയാക്കിയിട്ട് ഭർത്താവിൻ്റെ കയ്യിൽ, സുധാമാവിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് മനസ്സിൽ ചിന്തിച്ചു, ഭഗവാനെ ഇതെൻ്റെ ഹൃദയമാണ് ഞാൻ സമർപ്പിക്കുന്നത്, അദ്ദേഹം ഇത് തരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. എന്നുവെച്ചാൽ ഒരു വഴിപാട് കഴിച്ചിട്ട് അതിൻ്റെ പ്രതിഫലം. അപ്പം നമ്മളൊക്കെ ഒരു പായസമ്പലത്തിൽ കഴിക്കുന്നു, 1 ലിറ്ററിന് നേദിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വലിയൊരു പാത്രം കൊണ്ടുപോകും, അതിൽ കുറച്ചുകൂടി ഒരു കുഴിയിൽ കൂടി കൂടുതൽ കിട്ടിയാലോ വെച്ചിട്ട്. ഇത് അതൊന്നുമില്ല. ഇദ്ദേഹത്തെ എനിക്ക് തോന്നുന്നില്ല അത് തരുന്നുള്ളത്, എനിക്ക് അറിയില്ല. പക്ഷെ എൻ്റെ ഹൃദയമാണ് ഞാൻ ഇതിൽ സമർപ്പിക്കുന്നത്, ആത്മസമർപ്പണമാണ്. ആ ഭക്തിയുടെ പരിപൂർണതയായിട്ടുള്ള 2 കണ്ണീരോടുകൂടി അത് കൊടുത്തു. അപ്പോൾ സുധാമാവ് അതും കൊണ്ടിട്ട് അങ്ങനെ ദ്വാരകയിലേക്ക് യാത്ര പോവുകയാണ്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണീയ വസ്ത്രമാണ്, വയർത്ത് നാറി, ചെരുപ്പൊന്നുമില്ല. അങ്ങനെ നടന്ന് ദ്വാരകയിൽ എത്തിയത് തന്നെ അറിഞ്ഞില്ല. അവിടെ എത്തിയപ്പോൾ പിന്നെ മണിമാളികളല്ലേ, സ്വർണം കൊണ്ടും വൈഡൂര്യം കൊണ്ടും പതക്കങ്ങളും ഒക്കെ കൊണ്ട് ഇങ്ങനെ അതിഗംഭീരമായിട്ടില്ലേ ഭഗവാന്റെ ഇത് ദ്വാരക. കുറേ ഭക്തിമാരുണ്ട്, ഏത് ഗൃഹത്തിലേക്ക് പോകണമെന്ന് അറിയണില്ല. അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് ഒരു കാവൽക്കാരൻ ഓടി വന്ന് കൈപിടിച്ചു അത്രേ, അകത്തേക്ക് വരുള്ളൂ. കുറേ ആൾക്കാരിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. രാജാക്കന്മാരൊക്കെ വിശിഷ്ടമായ ഇതൊക്കെ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇത് വെറുതെ ഇങ്ങനെ പോയേക്കില്ലേ. അപ്പോൾ കൈ പിടിച്ചപ്പോൾ സുധാമാവിന് അത്ഭുതം, ഇതെന്താ അങ്ങനെയെന്നുള്ള പോലെ നോക്കിയപ്പോഴാണ് പറയുന്നത്, ബ്രാഹ്മണന് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്, വന്നോളൂ അകത്തേക്ക് എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലത്ത് അവരെന്താണ് നടക്കുന്നത്, ഭഗവാൻ ഇങ്ങനെ രുക്മിണി ദേവിയുടെ രുക്മിണി ഗൃഹത്തിലേക്കാണ് ഇവിടെ പോയതെന്നാണ് ഭാഗവതത്തിൽ. അവിടെ ശൈബ്യാഗൃഹം എന്നാണ് പറയുന്നത്, നാരായണീയത്തിൽ. നമുക്ക് രുക്മിണി തന്നെ എടുക്കാം അവിടെ. അപ്പോൾ ഭഗവാൻ അവിടെ പകിട കളിച്ചു കൊണ്ടിരിക്കുകയാണ് സപ്രമഞ്ചലിൽ കട്ടിലിൽ ഇരുന്നുകൊണ്ട്. ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ രുക്മിണി ദേവി ചോദിക്കുന്നത്, എന്താ ഇന്നൊരു പതിവില്ലാത്തൊരു റെസ്ലെസ്നെസ് ഉണ്ടല്ലേ, എന്താ ഭഗവാനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. എന്നെ നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ വരുന്നു സുധാമാവ്, വരുന്നു ഓട്ടിച്ചെന്ന് രുക്മിണിയുടെ കൈയൊക്കെ വെടിച്ചിട്ട് ഒറ്റ ഓട്ടമാണ്. ഓട്ടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ധീരനായ ശൗരിയുണ്ടോ കരഞ്ഞിടുന്നു. 2 തുള്ളി കണ്ണീര്, ആനന്ദ കണ്ണീരാണോ എന്ത് കണ്ണീരാണോന്ന് അറിയില്ല. ഭഗവാൻ കരഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ ഗാഠം ആലിംഗനം ചെയ്ത് അകത്തേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്, ഇതെന്താണിത്, മുഷിഞ്ഞ വസ്ത്രവും നിറയൊരു ഇതുമൊക്കെ ആയിട്ട് വരുന്ന ഒരാളെ ഭഗവാൻ കെട്ടിപ്പിടിക്കുകയോ. നമ്മളെന്താണ് മനസ്സിലാക്കുന്നത്, ഒരാളുടെ വസ്ത്രങ്ങളിലോ ആഭരണത്തിലോ ഒന്നുമല്ല ഭഗവാന്. നമ്മൾ ഭക്തിപ്രിയോ ഭാഗവ എന്നാണ് പറയാറുള്ളത്. നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട് പൂതന നല്ല അതിസുന്ദരിയായിട്ടാണ് രുക്മിണി ദേവി തോറ്റും അങ്ങനെയാണ് വന്നത്, സ്തന്യപാനം ചെയ്തത്. ഭഗവാൻ ഒന്നും നോക്കിയുള്ളൂ, മടിയിൽ കിടന്നപ്പോൾ നോക്കിയപ്പോൾ പുറമേക്ക് നല്ല സൗന്ദര്യമുണ്ട്, പക്ഷെ അകത്ത് മുഴുവൻ അഴുക്കാണ്. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെയല്ല, ഇവിടെ എങ്ങനെയാണ് ഒരു അന്ധക്കരണ ശുദ്ധി, ഭഗവാനെ മാത്രം നിറച്ചു വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി രുക്മിണി ദേവിയും മറ്റു ഭാര്യമാരെ കൊണ്ട് കാലൊക്കെ കഴുകിക്കുന്നു. ആ തീർത്ഥം സ്വന്തം തലയിൽ കളിക്കുന്നു, മറ്റുള്ളവർക്ക് കളിക്കാൻ കൊടുക്കുന്നു. കുറേ ആഭരണങ്ങൾ എണീച്ചു. ആ മറ്റേ വസ്ത്രമൊക്കെ മാറ്റി നല്ല വസ്ത്രമൊക്കെ ഇടിയിപ്പിച്ചിട്ട് കട്ടിലിൽ ആദ്യം ഒരു ഇതിൽ കൊണ്ടിരുത്തി, പിന്നെ
രുക്മിണി ദേവിയോട് കൂടി ഇരുന്ന സപ്രപഞ്ചക്കട്ടിൽ കൊണ്ടിരുത്തി. എന്തിനാണ്? ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത്രയധികം ആ ഭക്തനോടുള്ള ഒരു ഭക്തവാത്സല്യമാണ് കാണിക്കുന്നത് ഭഗവാന്റെ കരുണ. ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ചേർന്ന് ഇരുന്നിട്ട് പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ അത്ഭുതമായിട്ട് നിൽക്കുകയാണല്ലോ. ഇതെന്താ, ആരാണെന്ന് അറിയില്ലല്ലോ, ഇത്രമധികം ഇങ്ങനെ സ്വീകരിക്കപ്പെടാനായിട്ട് ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. അപ്പോൾ അവർക്ക് കേൾക്കാൻ കൂടി വേണ്ടിയിട്ട് ഭഗവാൻ പറയുകയാണ്, ധർമ്മജ്ഞ എന്നാണ് വിളിച്ചത്, ധർമ്മത്തിൽ കൂടി സഞ്ചരിക്കുന്നവനെ. അപ്പോൾ അങ്ങ് കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ എന്നെ പോലെ. എന്തിനാ വെച്ചാൽ ലോകസംഗ്രഹത്തിനായി, അയാളുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ. ഇതിലിപ്പോൾ കുട്ടികളുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല, അത്ര കുട്ടികളുണ്ട് ഇത്ര കുട്ടികളുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങ് കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടാവൂലേ എന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ എടുത്ത് പറയുകയാണ്. ആ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഈ നല്ലപോലെ മനസ്സിനിങ്ങനെ ശാന്തി അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണു അല്ലേ എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ആ ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിൽ, രുക്മിണി ദേവിയൊക്കെ ആയിട്ട് സകല ദേവിമാരോട് കൂടി ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിലാണ് ഇരിക്കുന്നത്. ഒരാൾ അഷ്ടദാരിദ്ര്യത്തിലും, രണ്ടുപേർക്കും പ്രശാന്തിയാണ് മനസ്സിൽ. എന്തുകൊണ്ടാണ്? ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ നമുക്കും അറിയാൻ വേണ്ടിയിട്ട് ഒരു പഴയ കാല സ്മരണ അങ്ങനെ ഭഗവാൻ പറയുകയാണ്. ഒരിക്കൽ ഗുരുഭക്തി പറഞ്ഞു, വിറകൊന്നുമില്ലല്ലോ മക്കളെ, അപ്പോൾ കാട്ടിൽ പോയിട്ട് കുറച്ച് വിറക് കൊണ്ടുവരുമോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ സുധാമാവിനാണെങ്കിൽ കാട്ടിലിങ്ങനെ ഓടി നടക്കാൻ നല്ല ഇഷ്ടം. അപ്പോൾ ഭഗവാൻ സ്വയം പറയാണ്, ഭഗവാൻ അയവർക്കാണ് ഈ കഥ. അപ്പോൾ ഭഗവാൻ പറയാണ്, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ സുധാമാവ് എന്താ പറഞ്ഞു? പേടിക്കണ്ട ഭഗവാനോട്, പേടിക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി പോയി. പക്ഷേ ഭട്ടതിരിപ്പാട് ഇവിടെ പറയേണ്ടത്, 10 വർഷം കാലം തെറ്റി വന്ന ഒരു മഴ വന്നു, വിറകൊക്കെ ശേഖരിച്ചു, പക്ഷെ തിരിച്ചു വരാൻ പറ്റില്ല. പെട്ടെന്ന് ഇടിയും മഴയും നല്ലപോലെ അന്തരീക്ഷമൊക്കെ മാറി, ഇരുട്ടും ഒക്കെയായി. എന്ത് ചെയ്തു? രണ്ടുപേരും കൂടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. പേടിച്ചു വിറച്ചു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സുധാമാവിന് ഒരു പേടി ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ പേടിച്ചു. ഇനി ഗുരു വന്നിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ ചീത്ത കേൾക്കേണ്ടി വരും ഈശ്വര, നമ്മളിങ്ങനെ കാട്ടിൽ കളിച്ച് നടന്നു എന്ന് വിചാരിക്കുമോ ഒക്കെ. അങ്ങനെ ഇരുന്നു. എങ്ങനെയോ നമ്മളിങ്ങനെ നേരം കഴിച്ചു കൂട്ടി. അതിന് ശേഷം എന്താ, വിളിച്ചായി നമ്മൾ വിറകൊക്കെ തലയിൽ എടുത്തു വെച്ചിട്ട് നമ്മളിങ്ങനെ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് പോകണ വഴിക്ക് അതാ വരുന്നു ഗുരു. എങ്ങനെയാണ് വരുന്നത്? ഗുരു ഓടി വന്നിട്ട് പറയാണ്, തലേന്ന് ആ വിറക് കെട്ടൊക്കെ മാറ്റിയിട്ട് രണ്ട് കയ്യും വെച്ച് അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ ഗുരുഭക്തി ഉണ്ടല്ലോ, അത് ശരിക്കും ചന്താംസി അയാതയാമാനി. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന്? അതായത് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന് എന്താണ് ഗുരു പറഞ്ഞു കൊടുക്കുന്നത്? ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരു എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഗുരുവാണ് ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. എന്താണ് ഇത്? ഈ ഭഗവാൻ അല്ലാണ്ട് യാതൊന്നുമില്ല. ഏത് പ്രതിസന്ധിയിലും മനസ്സ് തളരാൻ വിടാതെ നമ്മൾ സംയമനം പാലിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു തരുന്നത് ആരാണ്? ഗുരുവാണ്. ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള പ്രശാന്തി നമുക്ക് ഉണ്ടായത് അല്ലേ സുധാമാവി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധാമാവ് നോക്കുക അത്രേ, ഏറ്റവും വലിയ ജഗദ്ഗുരു അങ്ങല്ലേ എന്നുള്ള വലിയൊരു നോട്ടത്തോടു കൂടി സുധാമാവ് നോക്കിയത്രേ. അങ്ങനെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. അത് ശ്രീരാമചരിതം എന്നുള്ള പേരിലാണ് അതറിയുന്നത്. രണ്ടാമത്തെ അധ്യായം പൃഥുഗോപാഖ്യാനം ആണ് അറിയുന്നത്. അവിലിൻ്റെ കഥ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ അധ്യായത്തിന്. അങ്ങനെ വീണ്ടും സുധാമാവിനെ നല്ലപോലെ ഇങ്ങനെ ആദരിക്കുന്നു, ആശ്ലേഷിക്കുന്നു, വർത്തമാനം പറയുന്നു, പൂർവ്വകാല കഥകളൊക്കെ പറയുന്നു. വീണ്ടും അവർ ഭഗവാന് ഭക്തനെയും പിരിഞ്ഞിരിക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അവസാനം ഭഗവാൻ ചോദിക്കുകയാണ് എന്തെങ്കിലും കൊടുത്തയച്ചിട്ടുണ്ടാവുമല്ലോ ഇല്ലേ ഭാര്യ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടണില്ല, സുധാമാവ് ഒന്നും മിണ്ടണില്ല. ഭഗവാൻ പറയാണ്, അന്യോപ്യ ഉപാഹൃതം ഭക്തി പ്രേരണ ഭൂരിയേവമേവ വേദ. ഒരു തരി, ഒരു കടുകുമണി അല്ലെങ്കിൽ ഒരു കുന്നിക്കുരുവിൻ്റെ മണി അതിങ്ങനെ ഭക്തിയോടുകൂടി എനിക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും സുധാമാവി ഞാനത് സ്വീകരിക്കും. ഭൂര്യപ്യ അഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പതി. നേരെ മറിച്ച് ഒരു തീരെ ഭക്തിയില്ലാണ്ട് എൻ്റെ ഒരു പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആനയെ സമർപ്പിക്കുക, അത് ചെയ്യാമെന്നൊക്കെ പറയും, ഞാൻ സത്യമായിട്ട് സ്വീകരിക്കില്ല എന്ന് പറയുകയാണ്.
അപ്പോൾ പറയാണ്, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മനഃ. പത്രമോ പുഷ്പമോ ഫലമോ തോയമോ എന്തു തന്നെയായാലും ഭക്തിയോടുകൂടി നിഷ്കളങ്കമായ മനസ്സോടുകൂടി ശാന്തമായ മനസ്സോടുകൂടി എനിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് സ്വീകരിക്കും സുധാമാവേ എന്ന് പറയുകയാണ്. പത്രമാരാണ് കൊടുത്തത്? പത്രം കൊടുത്തത് പാഞ്ചാലി. ഒരു ഇലയല്ലേ കൊടുത്തത്? ആ ഇല ഭഗവാൻ സ്വീകരിച്ചു. പുഷ്പം കൊടുത്തത് നമ്മൾ ഇന്നലെ കണ്ടു, ഗജേന്ദ്രൻ. ഫലം കൊടുത്തത് ആരാണ്? ശബരി. കടിച്ചിട്ടാണ് കൊടുത്തത്. തോയം അത് രന്തിദേവനാണ് കൊടുത്തത്. അതൊക്കെ എങ്ങനെയാണ്? നിറഞ്ഞ ഭക്തിയോടുകൂടി. അത് എച്ചിലോ വെറ്റോ ഒന്നും നോക്കാണ്ട് അങ്ങനെ തന്നാലും കൂടി ഞാൻ സ്വീകരിക്കും. ഭക്തിയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ സുധാമാവ് തീരെ കൊടുക്കാണ്ടായി. എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഭക്തി ഉണ്ടോയെന്ന് അറിയില്ലല്ലോ വെച്ചിട്ട് തീരെ കൊടുക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണോ? അത് തട്ടിപ്പറിക്കുന്ന സമയത്താണ് നമ്മൾ സർവത്ര പറയുന്നത്, യുദ്ധം വിചിന്യവസനാചീരഗദ്ധാന്തിജന്മനഃ സ്വയം ജഹാര കിമിതം ഇതി പൃഥുകതണ്ടുലാൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ. ഭഗവാൻ മനസ്സിൽ തോന്നി, സമ്പതോ അമർത്യ ദുർലഭം. സുധാമാവിന് ഞാൻ ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ അത്രയധികം സമ്പത്ത് ഞാൻ നൽകും. ഇവിടെ ഭഗവാൻ അത് മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും അവിടെ സുധാമാവിൻ്റെ ആ കുടിയിലൊക്കെ അങ്ങനെ കൊട്ടാരം പോലെ ആയിരിക്കുന്നു. അവിടെ പരിചാരകരൊക്കെ ആയി. അങ്ങനെ ആയിക്കഴിഞ്ഞു. സുധാമാവിന് ഇതൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ ഒരു പിടി അതിൽ ഭഗവാൻ എടുത്ത് കഴിച്ചു. അടുത്ത സമയം ഒരു പിടി കൂടി എടുക്കാൻ നോക്കിയപ്പോൾ രുക്മിണി ദേവി കൈ പിടിച്ചു. അരുത്, അങ്ങനെ ഇനി കഴിക്കരുത്. അപ്പോൾ ഭഗവാനും നോക്കി, എന്താന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ദാസിയായിട്ട് പോണ്ടി വരും. അത്രയ്ക്കധികം സമ്പത്ത് അവിടെ ഒന്നെന്നറിയും. പിന്നെയും അത് മാത്രമല്ല, അങ്ങ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ സുധാമാവിന് പിന്നെ മോക്ഷമാവും. അപ്പോൾ ആ പത്നിഭാവം അവിടെ വൈദവ്യ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ചെയ്യരുത് അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അത് വിട്ടുകൊടുത്തു. എല്ലാവരും അത് പ്രസാദമായിട്ട് അങ്ങനെ കഴിക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ അവരിങ്ങനെ നർമ്മസല്ലാപങ്ങളിലൊക്കെ ഏർപ്പെട്ടു. പിറ്റേ ദിവസമായപ്പോൾ സുധാമാവ് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. ഒരു ഭക്തന് ഭഗവാന് പിരിയാനും വയ്യ, ഭഗവാന് ഭക്തനെ പിരിയാനും വയ്യ. രണ്ടുപേരും പരസ്പരം ഇങ്ങനെ തിരിഞ്ഞു നോക്കി അവസാനം സുധാമാവ് വീട്ടിലേക്ക് തൻ്റെ കുടിലേക്ക് തിരിച്ചു വരികയാണ്. ഇനി ഇത് തന്നെ ഓർത്തിരിക്കുകയാണ്. എന്തൊരു സ്നേഹമാണ് ഭഗവാൻ ഇങ്ങനെ ബ്രാഹ്മണന്മാരെ. ശരിക്കും ഭാഗ്യം തന്നെയാണ്. ഭഗവാൻ ഒന്നും തന്നില്ലല്ലോ. അപ്പോൾ നമുക്കൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഞങ്ങൾ ബ്രാഹ്മിൻസിനൊക്കെ ആരെങ്കിലും വന്നാണെങ്കിൽ ഒരു വെറ്റിലപ്പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും, ഒരു ബ്ലൗസ് പീസോ. ഒന്നും തന്നില്ലെങ്കിൽ മനസ്സിലെന്ത് വിചാരിക്കും? അയ്യോ ഒന്നും തന്നില്ലല്ലോ. ഇതങ്ങനെയില്ല. തരാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. തരാത്തത് വളരെ നന്നായി. എന്താണ്? എനിക്ക് ഐശ്വര്യമതമാണ് ഉണ്ടാവുക. സമ്പത്ത് തരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നന്നായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിച്ച് തിരിച്ച് എത്തുകയാണ്. ഇത് നമുക്ക് സംശയമായി. ഞാനിങ്ങനെ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് നടക്കണ കാരണം തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ ദ്വാരകയിലേക്ക് തന്നെ എത്തിയോന്ന് നോക്കുമ്പോഴാണ് ആ ഭാര്യ വരുന്നു. നോക്കിയപ്പോൾ ആദ്യം വിചാരിച്ച രുക്മിണി ദേവിയാണെന്നോ. രുക്മിണി ഒന്നുമല്ല, തൻ്റെ ഭാര്യ തന്നെയാണ്. ഓടി വരികയാണ്. അങ്ങനെ കണ്ണിലിങ്ങനെ അതിൽ പറയുന്നുണ്ട്, ഇങ്ങനെ കണ്ണിൽ നിറച്ചിങ്ങനെ മേരിതാക്ഷി അനമദ്ബുദ്ധിയ മനസ്സാ പരിശോധിച്ചത്. മനസ്സും ബുദ്ധിയും ഒക്കെ ഇങ്ങനെ സ്നേഹമായി പൂണ്ട് വന്നിട്ട് സുധാമാവിൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര സ്നേഹവും ഇതൊക്കെ തോന്നുന്നത്? ഇങ്ങനെ എത്ര അധികം സമ്പത്തൊക്കെ എനിക്ക് കൊണ്ടു തന്നു എന്നുള്ളതല്ല, ഭഗവാനെ കണ്ടിട്ട് വരികയല്ലേ. അപ്പം അങ്ങനെ ഒരു ആനന്ദത്തിൽ വേഗ സുധാമാവിൻ്റെ കൈയൊക്കെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇത് നമ്മളൊക്കെ ആണെങ്കിൽ ഒരു വീട് പണിത് എന്ത് ചെയ്യും? നോക്കൂ, ഈ റൂം നോക്കൂ, ആ നോക്കൂ, ഇതൊക്കെ നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടാനാണ്, നമ്മുടെ കേമത്തം കാണിക്കാനാണ് നമ്മളതൊക്കെ വേഗം ചെയ്യാൻ നോക്കുക. ഇതങ്ങനെയല്ല. വേഗം സുധാമാവിൻ്റെ കൈ പിടിച്ചിട്ട് കട്ടിലിരുത്തിട്ട് ഭഗവാനെ കണ്ടിട്ട് എന്താ വിശേഷം അതാണ് ചോദിക്കുന്നത്. പിന്നെ ഇവർക്ക് അതിലൊന്നും ഒരു ഒട്ടലില്ല. ഈ പാവം സ്വാതി ഒരു നേരത്തെ ഭക്ഷണത്തിനും ഒരു പാർപ്പിടവും ഇത്രയ്ക്കൊക്കെ ആശിച്ചിട്ടുള്ള ഒരു വസ്ത്രവും അല്ലാണ്ട് ഇങ്ങനെ കേമത്തം കാണിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടില്ല. അവർക്ക് ഭഗവാനെ വേണം. ആ ഭക്തി മാത്രമേ അവരുടെ ഉള്ളിലുള്ളൂ. അങ്ങനെ സുധാമാവൊക്കെ നോക്കുകയാണ്, ഇതെന്താ ഭഗവാൻ ഇങ്ങനെ കൈ കൊണ്ട് തരാൻ മടിച്ചിട്ടാവുമല്ലേ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ അനുഗ്രഹിച്ചത്, ഇത്ര അധികം സമ്പത്ത് ഇങ്ങനെ തന്നത്. എങ്ങനെയാണ് ഒരു കർഷകൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ ദുഃഖിച്ചിട്ട് കിടക്കുക? പിന്നെ കൃഷിയൊക്കെ നശിച്ചു പോകുമല്ലോ, ഭയങ്കര ചൂടും ഇതൊക്കെ. ഞാൻ ഭാവിയെ വിത്തുകളൊന്നും മുളക്കില്ല എന്ന് പറഞ്ഞ് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം എനിക്ക് നോക്കിയപ്പോൾ അങ്ങനെ നനഞ്ഞു കിടക്കുകയാണ്. അതുപോലെ ഭഗവാൻ എന്തൊരു കാരുണ്യമാണ്. എനിക്കിതൊന്നുമല്ലല്ലോ വേണ്ടത്,
തസ്യൈവ വേ സൗഹൃദസഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്യതസ്തത്പുരുഷപ്രസംഗഃ. വീണ്ടും വീണ്ടും എത്ര ജന്മം എനിക്ക് എടുക്കേണ്ടി വന്നാലും എനിക്ക് ആ ഭക്തൻ്റെ ദാസനായിട്ടുള്ള ആ അനുഭവം തന്നാൽ മതി ഭഗവാനെ. എനിക്ക് ഇതൊന്നും വേണ്ട അങ്ങനെ ഒരു ഒട്ടലും ഒന്നുമില്ലാണ്ട് അങ്ങനെ ഞാൻ അതിലമ്പടാന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഒട്ടലുമില്ലാണ്ട് അവർ ദമ്പതിമാരായിട്ട് കഴിച്ചുകൂട്ടി. അതിന് ശേഷമായിരിക്കാം അവർക്ക് മക്കളുണ്ടായതും ലോകസംഗ്രഹത്തിനായിട്ട് അവരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുത്തതും അങ്ങനെ ആയിരിക്കാം എന്നും രാജാര്യം പറയുന്നത് കേട്ടു. ഇവിടെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഭക്തൻ്റെ മുമ്പിൽ സ്വവൃത്തെ അജിതം പരാജിതം, ഭഗവാൻ തോറ്റുപോയി അത്ര. ഇങ്ങനെയുള്ളൊരു ഭഗവാൻ ഒരു ഭക്തൻ്റെ മുമ്പിൽ ഇപ്പം എന്താണ് വേണ്ടത്? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ ചന്ദനക്കുറി തുടർന്നതോ അമ്പലത്തിൽ പോണതോ കാവ്യം കൊണ്ടുകൊടുക്കുന്നതോ ഒന്നുമല്ലല്ലോ. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്ധക്കരണ ശുദ്ധി, ഹൃദയം മുഴുവനും ഭഗവാനെ നിറച്ചു വയ്ക്കണം. എല്ലാവരിലും പിന്നിൽ തുടങ്ങുന്ന ഗുരുവായൂരപ്പനെ മാത്രമേ നമ്മൾ കാണാവൂ. എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അത് അവരുടെ പ്രകൃതിയുടെ ഗുണങ്ങളനുസരിച്ച്, സത്വരജോ ഗുണങ്ങൾ തമോ ഗുണങ്ങളനുസരിച്ചായിരിക്കാം അവർ ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് ഇതിൽ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞ പോലെ നിസ്പൃഹ, ഒരു പകയോ വിദ്വേഷമോ ഇല്ലാതെ, ഒന്നിലും ഒരു ഒട്ടലില്ലാതെ നമുക്കും ആവാൻ കഴിയണം. ഇനി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഫലപ്രാപ്തി എന്നുള്ളത്. കർമ്മബന്ധാത് വിമുച്ചതേ. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴെന്താണ്, നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു കൂട്ടാനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആളോട് ചെന്ന് ചോദിക്കും നന്നായിട്ടില്ലേ എന്ന്. അപ്പോൾ നമുക്ക് അതിലൊരു കർത്തൃത്വം പറയുന്നത്, നമ്മളെ ബന്ധിക്കുകയാണ്. നന്നായില്ലേ എന്ന് പറഞ്ഞാൽ നമുക്കത് വിഷമമായി. അപ്പോൾ നമ്മൾ അതിൽ വാദിക്കാൻ നിൽക്കുക അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിസ്സാരമായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞു മാത്രം കേട്ടോ. അപ്പോൾ അവിദ്യയാണ്, നമുക്ക് ഈ ദേഹാഭിമാനമാണ് എല്ലാത്തിലും പ്രശ്നം വരുന്നത്. ഞാൻ ശരീരമാണ്, ഞാൻ ഉഷയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്, 4 പേരക്കുട്ടികളുടെ അമ്മൂമ്മയാണ്, അങ്ങനെ നമുക്ക് ഞാൻ എന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ വിഷമങ്ങളും വരുന്നത്. അതൊക്കെ വേണം, പക്ഷെ ആ സെൻറ്റർ ഭഗവാനെ പിടിച്ചിട്ടായെങ്കിൽ, അതായത് കർമ്മത്തെ കർമ്മയോഗമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തായി? നമ്മൾ കൊണ്ടുവന്ന ആ വാസന സഞ്ചരിച്ചപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ആ പ്രാരബ്ധം കൊണ്ടുവന്നുണ്ടല്ലോ FD, അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ എന്തായാലും അനുഭവിച്ച് തീരേ വേണ്ടൂ. അതില്ലാതായി തീരും. ആ കർമ്മബന്ധനമായിട്ട് മാറുകയില്ല. അവിദ്യ, കാമം, ബന്ധനം എന്നുള്ളത് മാറിക്കിട്ടും. അപ്പം അവിലെങ്ങനെയാണ്? അവിലെപ്പോഴും നമ്മൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? നെല്ല് വെള്ളത്തിൽ കുതിർത്തി പിന്നെ അതൊന്ന് ചൂടാക്കി പിന്നെ ഇടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ പിന്നെ അത് മുളക്കില്ല. നെല്ലാണെങ്കിൽ മുളയ്ക്കും, അതാണ് കർമ്മം ബന്ധിപ്പിക്കുന്നു പറഞ്ഞത്. അവിലാണെങ്കിൽ തീരെ മുളക്കില്ല. അപ്പോൾ നമ്മൾ അവിലൊക്കെ സമർപ്പിച്ചു, പക്ഷേ ഇത് നമുക്ക് സമർപ്പണം, നമ്മളത് ഫിസിക്കലായിട്ട് ചെയ്യുന്നു. പക്ഷെ ശരിക്കും വേണ്ടതാണ് നമ്മുടെ മനസ്സിനെ ഹൃദയമാക്കി മാറ്റുകയാണ് നമ്മൾ വേണ്ടത്. ആ താമര വിരിയിച്ചിട്ട് വേണം നമ്മൾ അവിടെ, അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ഭാഗവതം എന്താണ്? നമ്മൾ ഒരു കണ്ണാടി മേടിക്കുന്നു. എന്താണ്? മുഖം നോക്കുന്ന ഒരു കണ്ണാടി മേടിക്കുന്നു. കണ്ണാടി എന്തിനാണ് മേടിക്കുന്നത്? നമ്മുടെ മുഖം കാണാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു പൊട്ട് കുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ണാടിയിലാണോ? അല്ല, നമ്മുടെ മുഖം നോക്കിയിട്ട് നമ്മളാണ് കിട്ടുന്നത്. അപ്പോൾ യഥാർത്ഥ ബിംബം ഭഗവാനാണ്. അപ്പോൾ ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദമായിട്ട് നമുക്ക് വരികയുള്ളൂ എന്ന് ഓരോ കഥകളിലെ കൂടി നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഓരോ കഥകൾ വായിക്കുമ്പോഴും നമുക്ക് അതിലെന്താണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ആവുന്നത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പുനരഭിജനനം, പുനരഭിമനനം എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പം നമ്മൾ ഈ സത്സംഗത്തിലൊക്കെ നമ്മുടെ മഹാഭാഗ്യമാണ് ഇതിലൊക്കെ വരാൻ സാധിച്ചത്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ജന്മമെങ്കിൽ നമ്മൾ ഇത് വിടാതെ തുടർന്നു പോവുകയാണെങ്കിൽ നമുക്ക് അതിൽ പറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുപാദങ്ങളിൽ ഇത് അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. പവനപുരേശാ രാധാ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ശരണയുഗം. വിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ശരണയുഗം. രാധാകൃഷ്ണം കുന്ദമുരാരേ ശരണം മേ തവ ശരണയുഗം.